പണ്ട് ഡോക്ടർ ഒരു രോഗിക്ക് മരുന്ന് കൊടുത്തു. അപ്പൊ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് കുടിക്കുമ്പോൾ എന്തുവാണ്, ഒന്ന് കുലുക്കിയിട്ട് കുടിക്കണം എന്ന് പറഞ്ഞു. അല്ലാഹു റബ്ബി. ഒരു ദിവസം ഡോക്ടർ രാവിലെ ഹോസ്പിറ്റലിലെത്തി. അപ്പൊ ഈ ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ വന്നാൽ എന്ത് ചെയ്യും? ആദ്യം ഹോസ്പിറ്റലിൽ വന്നോടുമ്പോൾ വാർഡ് പോയിട്ട് ഒരു റൗണ്ട്സ് ആണ്, അഡ്മിറ്റുള്ള രോഗികളൊക്കെ ഒന്ന് പോയി നോക്കും. അങ്ങനെയാണ് ഒരു പതിവ്. അങ്ങനെ രണ്ട് സിസ്റ്റർമാർ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഫയലും ഒക്കെ ആയിട്ട് ഡോക്ടർ സ്റ്റെതസ്കോപ്പ് ഇട്ടിട്ട് വാർഡിന് കിടന്നിട്ടുള്ളൂ. ഡോക്ടറിന് കണ്ടതോടുകൂടെ ആ മൂലയിൽ ആ കട്ടിലിൽ കിടക്കുന്ന ആള് പെട്ടെന്ന് കട്ടിലിൽ എഴുന്നേറ്റ് നിന്നിട്ട് അയാൾ ഭയങ്കര കുലുക്കം. ഡോക്ടറെല്ലാം കൂടി ബേജാറായി ബാക്കിയെല്ലാം നിർത്തി അങ്ങോട്ട് ഓടിച്ചെന്നു. അയാളോട് ചോദിച്ചു എന്തേന്ന് ചോദിച്ചു. സാറേ ഒന്നും വിചാരിക്കരുത്, ഇന്നലെ രാത്രി കുടിക്കുന്ന മരുന്ന് കുലുക്കി കുടിക്കാൻ മറന്നു, നിങ്ങളെ കണ്ടപ്പോൾ ഓർമ്മയായപ്പോൾ കുടിച്ച് കുലുങ്ങാണ്. നമ്മളൊക്കെ ഇപ്പോൾ കുടിച്ച് കുലുങ്ങണ പാർട്ടിക്കാരാണ്, കുലുക്കി കുടിക്കണ പാർട്ടിക്കാരാണ്. നമുക്ക് എവിടുന്ന കാര്യം നടക്കണത്? നമ്മളെ കാര്യങ്ങളും നടക്കില്ല. നടക്കുമോ? നമ്മളേതാ പരിപാടി? കുലുക്കി കുടിക്കലാണ്. അല്ല പിന്നെ ഏതാ? കുടിച്ച് കുലുങ്ങൽ. നമുക്ക് ഭയങ്കര വിവരവും ന്യായവും അങ്ങനെ പറയുന്ന കേട്ടാൽ നമ്മൾ ഭയങ്കര സംഭവമാണ്. ഭയങ്കര ന്യായവും വിവരവും അങ്ങനെ പറയുന്ന കേട്ടാൽ ഭയങ്കര സംഭവം. ഇപ്പം നമ്മളെ എല്ലാ സംഗതികളും നമുക്ക് അറിഞ്ഞ് ഇപ്പം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ. നാളെ രാത്രി 2:30 മണിക്ക് എനിക്കൊരു ഫോൺ വന്നു. ഹലോ, കൂറ്റമ്പാറ ഉസ്താദല്ലേ? ഉസ്താദേ ഒരു സംശയം ചോദിച്ചോട്ടെ. അപ്പോൾ അതിരാക്ക് 2:30. അപ്പോൾ ഇനി സംശയിച്ച് മരിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ആ മോനെ ചോദിച്ചോ. അല്ല ഉസ്താദേ ഇബ്ലീസ് ആണാ പെണ്ണാ? നിങ്ങൾ ആലോചിച്ച് പാതിരാക്കി 2:30 ഇവൻ്റെ സംശയമാണ്. ഞാൻ പിന്നെ ഓരോട് പറഞ്ഞ് ഇബ്ലീസിനെ നീയാണ് കല്യാണം കഴിച്ചു നോക്കി, അപ്പം അറിയാറില്ല, അല്ലാതെ എന്താ പോലോട് പറയേണ്ടത്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളൊക്കെ വിചാരം ഭയങ്കര, ബാക്കി എല്ലാ വിവരവും നമുക്ക് കിട്ടി, ഇങ്ങനത്തെ ചില സംഗതി കൂടിയേ കിട്ടാൻ ബാക്കിയുള്ളൂ. ആ നിലക്കാണ് നമ്മളെ ചോദ്യം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ പ്രശ്നം എന്താണോ അത് റബ്ബിന് മുമ്പിൽ വെക്ക്. റബ്ബിന് മുമ്പിൽ വെക്കേണ്ട ക്രമത്തിൽ വെക്ക്. അസ്മാഉൽ ഹുസ്ന ഓരോന്നും ചൊല്ലുമ്പോൾ അതിന് ചില സംഗതികളുണ്ട്, അതൊക്കെ ഒന്ന് പഠിക്കുക. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മളോട് എല്ലാവർക്കും ഇങ്ങോട്ടൊരു സ്നേഹം വേണം. അയൽവാസികൾക്കും കുടുംബത്തിനും കൂട്ടുകാർക്കും സംഘടനയിലുള്ളവർക്കും മഹല്ല് കമ്മിറ്റിക്കുമൊക്കെ നാം ആരാണ്? ഒരു ജനമധ്യത്തിൽ നാം കുടുംബത്തിലൊരു അംഗമാണ്. ഭാര്യയാണ് നാം, അല്ലെങ്കിൽ ഭർത്താവാണ് നാം, മക്കളാണ് നാം, ശിഷ്യന്മാരാണ് നാം, ഉസ്താദുമാരാണ് നാം, കമ്മിറ്റിക്കാരാണ് നാം. സമൂഹ മധ്യത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കും ഇടയിൽ നമ്മളോടൊരു സ്നേഹം, നമ്മളോടൊരു കൃപ, നമ്മളോടൊരു വാത്സല്യം, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകണം. എനിക്ക് അങ്ങോട്ടും എല്ലാവരോടും ഒരു വാത്സല്യം, എല്ലാവരോടും ഒരു കൃപ. ആവശ്യമില്ലാത്ത വാശി, അത് പിന്നീട് പിടിവാശി, അത് പിന്നെ ദുർവാശി, ഇങ്ങനെയൊക്കെയുള്ള ദുസ്വഭാവങ്ങളൊക്കെ ഒരു മാറിക്കിട്ടണം. അള്ളാനെ വിളിച്ചോ, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്. പടച്ച റബ്ബ് ആ സ്വഭാവം നമുക്ക് തരാൻ. യാ റഊഫു യാ അല്ലാഹ്, യാ റഊഫു യാ അല്ലാഹ്, യാ റഊഫു യാ അല്ലാഹ്. വാത്സല്യനിധിയായ അല്ലാഹ്, വാത്സല്യനിധിയായ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇവിടെ കണ്ട നിങ്ങൾ, അവിടെ സംഘികളും അല്ലാത്തവരും മറ്റുള്ളവരുമൊക്കെ നമുക്കെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പല പ്രശ്നങ്ങളും ഇല്ലേ, പല പ്രശ്നങ്ങളും ഇങ്ങനെ കേൾക്കാണ്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ നമ്മളെ കുട്ടികളെ കേൾക്കാൻ പറയാൻ പാടില്ലാത്തത് പറയണം. ചെറിയ മക്കൾ ഇങ്ങനെ വളർന്ന് വലുതാകുന്നുള്ളൂ. അപ്പോഴാണ് വാപ്പാരും ഉസ്താദന്മാരും ഒക്കെ ഇങ്ങനെ ഇരുന്നിട്ട്, ഇനിയുള്ള കാലത്തൊക്കെ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ കുറച്ച് പ്രയാസം തന്നെയാണ്. നിങ്ങൾ പറയലുണ്ടോ അല്ലേ? നമ്മളൊക്കെ പറയാണിത്. ഇനിയുള്ള കാലത്തെ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഭാവിയിലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കൊക്കെ കുറച്ച് എന്തെന്നെയാണ്. ഇത് കേൾക്കുകയാണ് ആര്? നമ്മളെ ചെറിയ മക്കൾ. അപ്പൊ കുട്ടികൾ വിചാരിക്കും നബിനും ഇസ്ലാമും വേണ്ട. എന്തിനാണ് നമ്മൾ ഈ കുട്ടികളെ കേൾക്കുക ഇതൊക്കെ പറയേണ്ട കാര്യം? നമ്മുടെ പുതിയ തലമുറയോട് എന്തിനാണ് ഈ ബേജാറാക്കേണ്ട വർത്തമാനം പറയേണ്ടത്? അല്ലെങ്കിൽ ഇസ്ലാം എന്നാണ് പട്ടുമെത്തയിലൂടെ വന്നത്? ഏത് കാലത്താണ് ഇസ്ലാം മണിയറയിൽ നിന്ന് മണിയറയിലേക്ക്, പട്ടുമെത്തയിൽ നിന്ന് പട്ടുമെത്തയിലേക്ക്, രാജാവിൽ നിന്ന് രാജാവിലേക്ക്, അല്ലേ, അല്ലാ ചക്രവർത്തിയിൽ നിന്ന് ചക്രവർത്തിയിലേക്ക്? അങ്ങനെ ഒരു ഇസ്ലാം ലോക ചരിത്രത്തിലുണ്ടോ? ഉണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അന്ന് തീയിലിട്ട കാലത്ത് അന്നത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, ഇസ്ലാം ഇന്നത്തെ കാലത്തൊക്കെ വലിയ പ്രയാസമാണ് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ? മൂസാ നബി അലൈഹി സ്വലാം ഫിറഔനുള്ള പ്രശ്നകാലത്ത് അന്നത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകും, ഇനി മുസ്ലിമീങ്ങൾക്ക് വലിയ വിഷമം തന്നെയാണ്. ഉണ്ടാവൂലേ? എത്ര കാലായോടോ ഇത് തുടങ്ങിയിട്ട്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ.
നമ്മൾ വിശ്വസിച്ചിരിക്കുന്നവർ അള്ളാഹുവാണ്. ആ അള്ളാഹു ഇരുട്ടിലും അള്ളാഹ്, വെളിച്ചത്തിലും അള്ളാഹ്, സന്തോഷത്തിലും അള്ളാഹ്, ദുഃഖത്തിലും അള്ളാഹ്, ആരോഗ്യത്തിലും അള്ളാഹ്, വാർദ്ധക്യത്തിലും അള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഓ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മൾ എന്തിനാണ് അധിക ദുഃഖം വേണ്ട, അധിക സന്തോഷവും വേണ്ട. സന്തോഷം നിലനിർത്തി തരേണ്ടവനല്ല, ദുഃഖം നീക്കി തരേണ്ടവനല്ല. നമുക്കൊരു റബ്ബുണ്ട്. ആ റബ്ബിനെ വിളിക്കുക, ആ റബ്ബ് നമ്മുടെ കൂടെ നിൽക്കും. നബി മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഓ നബിയേ, എന്നെ വിശ്വസിച്ചിരിക്കുന്ന എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ തങ്ങൾ പറയണം, ഞാൻ അവരുടെ കൂടെയുണ്ട്, ഞാൻ അവരുടെ ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ കൂടെയുണ്ട്. ഉജീബു ദഅവത്തദ്ദാ. കണ്ടോ, അവരെന്നെ വിളിച്ചു നോക്കട്ടെ, ഞാൻ അവരെ കൂടെയുണ്ട്. അല്ലാഹു തആലയുടെ സന്തോഷ വാർത്ത അറിയിക്കൽ. അവർക്ക് എന്താണ് പ്രശ്നം? നമ്മുടെ പ്രശ്നം എന്താണ്? ആ പ്രശ്നം നിങ്ങൾ പറയും അള്ളാഹുവിനോട്. എങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനെ വിളിക്കുക. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ഉപ്പാപ്പ, യാ റബ്ബ്, എത്ര വലിയ മാതൃക കാണിച്ചിരിക്കുന്ന മഹാനാണ്. സുമാർ 70 കൊല്ലം മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മിഅ്റാജ് ആവുന്ന നബി തങ്ങൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം, നബി തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതാ? സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ദുലമി മൗലായ സ്വല്ലി വസ. അതൊക്കെ നിങ്ങൾ ഉഷാറായിട്ട് ചെല്ലണം. പണ്ടേ ഈ വഅലിന്റെ സദസ്സ്, മൗലിദിന്റെ സദസ്സ്, പന്തളി ഗ്രൗണ്ട്, ഇത് മൂന്നും ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഒരേപോലെയാണ്. പന്തളി ഗ്രൗണ്ടിൽ നോക്കുക, 11 ആള് ആ ടീമിലും 11 ആള് ഈ ടീമിലും അല്ലേ. പിന്നെ ഒരു റഫറി, 23 ആളും കളിക്കുകയാണ് അല്ലേ. 23 ആളും കളിക്കുകയാണ് പന്തളി ഗ്രൗണ്ടിൽ, എല്ലാവരും കളിക്കുകയാണ് എന്ന പോലെയാണ് മൗലിദിന്റെ സദസ്സ്. എല്ലാവരും അല്ലേ, സമ്മാഹു മുഹമ്മദാ ബീവി ആമിന, എല്ലാവരും ഇങ്ങനെ സിന്ദാബാദ് വിളിച്ച് സിന്ദാബാദ് വിളിച്ച് സദസ്സ് മുഴുവനും സലാത്തും വ തസ്ലീമുൻ. അതാ പറഞ്ഞു, ഒരാൾക്ക് ഉറങ്ങാൻ സമയമല്ല, ഒരാൾക്ക് ശ്രദ്ധ തെറ്റൂല, ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരെ. ഇപ്പൊ പന്ത് കളി ഗ്രൗണ്ടിൽ കണ്ടെങ്കിൽ എല്ലാവരും കളിക്കാണ് എന്ന പോലെ മൗലിദിന്റെ സദസ്സ്, ദിക്റിന്റെ സദസ്സ്, വഅലിന്റെ സദസ്സ്. പണ്ടത്തെ നമ്മളെ ആലിമീങ്ങളൊക്കെ ഒരു 10 വാക്ക് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് വഅലമു ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്. അപ്പോഴേക്ക് എല്ലാവരും കണ്ട നിങ്ങൾ. ഓ കാസർഗോഡ് വൈക്കൊക്കെ പോയ ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറഞ്ഞ ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു സബങ്ങനെ. അപ്പൊ ഒരാളെ മനസ്സും വേറെ എവിടേക്കും പോണില്ല. ഇന്ന് അതിന് ഉസ്താദ്മാര് ഖാലല്ലാഹും പറയണില്ല, ജനങ്ങൾ സല്ലല്ലാഹും പറയണില്ല. ഇതൊക്കെ ഒരു സജീവമായി നിൽക്കണ്ടേ നമ്മളെ മനസ്സ്. അല്ലാഹു നമുക്ക് ഖൈറ് തരട്ടെ. നമ്മുടെ കൂടെ നിൽക്കുന്ന ആയിരക്കണക്കിന് മലായിക്കത്തുണ്ട്. ആ മലക്കുകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഹബീബായ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു ഹാനിന്റെ വീട് മക്കത്തുൽ മുക്കറമയിൽ, അവിടുന്ന് മലായിക്കത്ത് ബഹുമാനപ്പെട്ടവരെ എടുത്തു, സംസമിൽ വന്നുകൊണ്ടൊന്ന് കുളിച്ചു. നമ്മളെ ഭാഷയിൽ അത്ര പറയാം, സാദഹു തുഹറൻ അലാ തുഹരി, ഇങ്ങനെ ഒന്നുകൂടി പരിശുദ്ധിയിൽ പരിശുദ്ധി വർദ്ധിപ്പിച്ചു. എന്നിട്ട് ബുറാഖ് എന്ന വാഹനത്തിൽ കയറ്റി മദീനയിലെത്തി, അവിടെ നിന്ന് തൂർസീനയിലെത്തി, അവിടെ നിന്ന് ബദൽഹമിലെത്തി, അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലെത്തി. ഈ യാത്രക്കാണ് ഇസ്റാ എന്ന് പറയുന്നത്. അവിടെ നിന്ന് റസൂലുള്ളാഹി അറജൻ നബിയു ഇലസ്സമ, വാനലോകത്തേക്ക് ഉയർന്നു. അങ്ങനെ 1-ാം ആകാശം, 2-ാം ആകാശം, 3-ാം ആകാശം, ആകാശത്താളുകൾ തട്ടുകൾ അങ്ങനെ പോയി ബൈത്തുൽ മഅമൂറിലെത്തി, സിദ്റത്തുൽ മുന്തഹയിലെത്തി. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ ഇനി അങ്ങോട്ട് ഞാനില്ല, എന്റെ സ്ഥലം കഴിഞ്ഞിരിക്കുന്നു. ഫലമ്മാന അന്നാമൂസു വൽ ഖൽബു ഫീ സഖഫ് അതാഹുൻ നിദാ യാ സയ്യിദർ റസൂലി ലാ തഖഫ് അനല്ലാഹു മിന്നി ബിത്തഹിയ്യാതി തുബ്ദഊ. അല്ലാഹുവിന്റെ റസൂല് ഒറ്റക്കുള്ള യാത്രയാണ്. എല്ലാ സീമകളും കഴിഞ്ഞു, എല്ലാ സീമകളും കഴിഞ്ഞു. നബി തങ്ങൾ ഒറ്റക്ക് അല്ലാഹുവിന്റെ ഹളറത്തുൽ ഖുദ്സിലേക്ക് അങ്ങോട്ട് അടുക്കുമ്പോൾ നബി തങ്ങളെ കൽബിനൊരു ചെറിയൊരു ബേജാറ്. അപ്പൊ അല്ലാഹു തആല വിളിച്ചു, യാ സയ്യിദർ റസൂൽ, നേതാക്കൾക്ക് നേതാവായിട്ടുള്ള നബിയെ, ലാ തഖഫ്, ഭയപ്പെടണ്ട, അനല്ലാഹ്
അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തങ്ങൾ വളവട്ടണം. അല്ലാഹുവിനെ ആഫിയത്ത് കൊടുക്കണം. ഞാനിതങ്ങ് പൂർത്തിയാക്കട്ടെ. ബാക്കിലിരുന്നാലും സയ്യിദ് നമ്മളെ ബാക്കിലിരിക്കണതേ ഇതൊരു അദബിനെതിരാണ്. എപ്പോഴും സ്റ്റേജിൻ്റെ പീഠത്തിൻ്റെ നേരെ ബാക്കിലുള്ള കസേര ഒഴിവാക്കിയിടണം. അല്ലെങ്കിൽ നമ്മളെക്കാൾ എത്രയോ മഹത്തുക്കളായ പ്രായം കൊണ്ടോ ഇൽമ കൊണ്ടോ അല്ലെങ്കിൽ പലതുകൊണ്ടും മഹാന്മാർ നമ്മുടെ പുറകിലായിപ്പോയി. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളൊക്കെ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു അദബാണ്. തഅ്ളീമും അദബും അതില്ലാത്തൊരു ഇസ്ലാമില്ല. തഅ്ളീം, അദബ്, മഹബ്ബത്ത്, അതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ ഹദറത്തുൽ ഖുദ്സിലെത്തി അല്ലാഹു തആല വിളിച്ചിരുന്നു, പേടിക്കണ്ട നബിയെ, നിങ്ങൾ സംസാരത്തോ. ആ സമയത്ത് അല്ലാഹുവും റസൂലും മാത്രം, ഹബീബും വ മഹബൂബുൻ വമാ സമ്മസാലിസൂ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും മാത്രം. അങ്ങനെ അവരപ്പോൾ കാണേണ്ടതൊക്കെ കണ്ടു, കാണിക്കേണ്ടതൊക്കെ കാണിച്ചു, പറയേണ്ടതൊക്കെ പറഞ്ഞു, കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു, എല്ലാം കിട്ടി. മുത്തുനബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരം, ഏറ്റവും വലിയ സന്ദർഭം, റബ്ബിനെ നേരിൽ കണ്ട് സംസാരിച്ച ആ മുനാജാത്ത്. അത് കഴിഞ്ഞ് പോരുമ്പോൾ ഇവിടെ നാട്ടിൽ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വന്നാൽ, നമ്മൾ ടൂറ് പോയി വന്നാൽ തന്നെ ഊട്ടി പോയി അല്ലേ, ഊട്ടി പോയപ്പോൾ സൂ കണ്ടു അല്ലേ. ആ സൂ കണ്ടപ്പോൾ അതിൽ ഏറുണ്ട്, അതിൽ സിംഹമുണ്ട്, അതിൽ കരടിയുണ്ട്, അതിൽ പിന്നെ വലിയ കൗത്തൊക്കെ ആയിട്ടൊരു സാധനം ഉണ്ട്, അതിൻ്റെ പേരെന്താ, ജിറാഫ് ഉണ്ട്. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണല്ലോ. റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു വന്നിട്ട് ഈ കഥകളൊക്കെ പറയണം. അതൊക്കെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലേക്ക് പുതിയാപ്പിള വരികയാണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളൊക്കെ ഒരു ഓടി ചെല്ലും പുതിയാപ്പിളുടെ അടുത്തേക്ക് അല്ലേ. പുതിയാപ്പിളുടെ അടുത്തൊരു മുട്ടായും കൂടി ഇല്ലെങ്കിൽ കുട്ടികൾ റബ്ബർ പന്ത് അടിച്ച മാതിരി ഇങ്ങോട്ടാണ് തിരിച്ചു വരും, പിന്നെ പുതിയാപ്പിളിനെ കാണാൻ പോകില്ല. അപ്പോൾ ഒരു സംഗതിക്ക് പോകുമ്പോൾ എന്ത് വേണം? ഒരു സമ്മാനം കൊണ്ടുപോകണം. അല്ലാഹു തആല മുത്തുനബിന്റെ കയ്യിൽ ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാനമാണ് 50 വഖത്ത് നിസ്കാരം എന്ന് പറഞ്ഞു. ഇപ്പം വഅദ് പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാതിരുന്ന അതും പറ്റൂല. പണ്ട് ഒരു മൊയ്ലാർ പള്ളിക്കെന്ന് വഅദ് പറയുമ്പോൾ പറഞ്ഞു 50 വഖത്ത് നിസ്കാരമാണ് നിർബന്ധമാക്കിയത്. പിന്നെ മൂസാ നബിനെ വഴിക്ക് വെച്ച് കണ്ട് പിന്നെയും തിരിച്ചു പോകാൻ പറഞ്ഞ്, പിന്നെയും തിരിച്ചു പോകാൻ പറഞ്ഞ്, അങ്ങനെ 5 ചുരുക്കി എത്ര പ്രാവശ്യം പോയി? എത്ര പ്രാവശ്യം പോയി? 9 പ്രാവശ്യം പോയി. അങ്ങനെയാണ് 45 ചുരുക്കിയത്. പിന്നെയാണ് ബാക്കി 5 ആയത്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ സദസ്സിന്, ഉസ്താദെ ഒരു പോക്കും കൂടി റസൂലുള്ള പോയില്ലോ എന്ന്. നിങ്ങൾ ഓർത്തൊക്കെ നമ്മളെ ആളുകളുടെ സ്ഥിതി. ഓനും വിചാരിക്കുന്നത് ഒരു പോക്കും കൂടി പോയാൽ സുബയെങ്കിലും തട്ടിപ്പോവുകയാണ്. നമ്മളെ ചിന്ത അവിടെയാണ് നിൽക്കുന്നത്. ആ കുട്ടി പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ പോയി. ദമാമിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ജോലി കിട്ടി. അന്നത്തെ സൂപ്പർ മാർക്കറ്റ് അവിടെ എന്ന് പറഞ്ഞാൽ ഓരോ നിസ്കാരത്തിനും വാങ്ങി കൊടുക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റ് അടക്കണം. അങ്ങനെയാണ് സെലക്കൊക്കെ അടക്കണതാണ് അല്ലേ കാസിമാജി? സെലക്ക് അടക്കണതാ. ഇവൻ പിന്നെ നാട്ടിൽ ഇങ്ങോട്ട് കത്തെഴുതി അക്കാലത്ത്, അല്ലാ ഉമ്മാക്ക് കത്തെഴുതി, ഉമ്മ റസൂലുള്ള അന്ന് പോകാണ്ട് നിന്നാൽ മതിയായിരുന്നു, 50 വഖത്ത് അടക്കുമല്ലോ. നമ്മളെ നിസ്കാരം നമ്മളെ ദുനിയാവിന് വേണ്ടി തന്നെയാണ്. പിന്നെ എവിടുന്ന നമ്മളെ പ്രശ്നം പരിഹരിക്കുന്നത്? അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ, അള്ളാഹു നമുക്ക് റാഹത്ത് തരട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ ആ മുത്തുനബി ഹബീബും വ മഹബൂബും വമാ സമ്മസാലിസു, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും മാത്രം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ മുനാജാത്തിന്റെ അതിന്റെ ഒരു സന്തോഷം, അതിനൊരു ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദാജി തങ്ങൾ ഉപ്പാപ്പ ഹയാത്തുള്ള കാലത്ത് ബഹുമാനപ്പെട്ടവർ ആരംഭിച്ചതാണ് ഈ ശുക്റിന്റെ നേർച്ച. ഈ ശുക്റിന്റെ നേർച്ചയിൽ ഏറ്റവും പ്രധാനം എന്താണ്? ഏറ്റവും പ്രധാനം ഭക്ഷണം കൊടുക്കുക. എല്ലാ ഈ നാട്ടിലുള്ള പരിസരവാസികൾ അല്ലാത്തവർ, അല്ലാഹു റബ്ബി ഒരു പാത്രത്തിൽ നേർച്ചയുടെ പേരിൽ പാകം ചെയ്തിരിക്കുന്ന ഭക്ഷണം കണാരനും കുമാരനും സരോജിനിയും സാവിത്രിയും മുഹമ്മദും അബൂബക്കറും ഫാത്തിമയും ആമിനയും എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് സാഹോദര്യം, എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് സ്നേഹം, എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഐക്യം. അല്ലാഹു റബ്ബി ബഹുസ്വര സമൂഹമാണ് ഇന്ത്യ.
ബഹുസ്വര സമൂഹമാണ് ഇന്ത്യ, ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ മുസ്ലിങ്ങൾ ഒറ്റക്കല്ല. ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് ദിനമാണ്. ഈ റിപ്പബ്ലിക് ഡേയിൽ നിങ്ങളൊക്കെ കണ്ടില്ലേ എന്താണ് നമ്മുടെ റിപ്പബ്ലിക് പ്രഖ്യാപിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്ന വലിയ വലിയ മഹാന്മാർ, ഡോക്ടർ അംബേദ്കർ സാർ അടക്കമുള്ള വലിയവർ ഭരണഘടന തയ്യാറാക്കി. ആ ഭരണഘടനയുടെ പ്രിയാമ്പിൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഭരണഘടന തയ്യാറാക്കിയപ്പോൾ ദൈവനാമത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിൽ, ഈശ്വരനാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ ഇതൊക്കെ നിർദ്ദേശം വന്നിരുന്നു ഭരണഘടന ആരംഭിക്കാൻ. പക്ഷേ അതൊന്നും അംബേദ്കർ സാർ സമ്മതിച്ചില്ല. പിന്നെയോ അദ്ദേഹം ആ ഭരണഘടനക്ക് പ്രിയാമ്പിൾ തയ്യാറാക്കിയപ്പോൾ ആദ്യത്തെ വാചകം തുടങ്ങി, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യക്കാർ, നാം ഇന്ത്യൻ ജനത, നാം ഇന്ത്യൻ മനുഷ്യർ, ഡെമോക്രസി ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. നമ്മുടെ നാടിന് വേണ്ടി നാട്ടുകാരാൽ തെരഞ്ഞെടുക്കപ്പെട്ട, നാട്ടുകാർ നിശ്ചയിക്കുന്ന, നാട്ടുകാർ തെരഞ്ഞെടുക്കപ്പെടുന്ന ആ സംവിധാനത്തിലുള്ള വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ആകുന്ന ഇന്ത്യക്കാർ, ഇതാണ് നമ്മൾ ഇവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ വിശ്രമിക്കുന്നുണ്ട് അജ്മീർ ഷരീഫിൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഖാജ തങ്ങളെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു. ആര്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. യാ മുഈനുദ്ദീൻ അന്ത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹാ വ മുഈനുദ്ദീനെ, നിങ്ങൾ ഇനി ഇന്ത്യ രാജ്യത്തേക്ക് പോകണം. അന്ത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹാ, നിങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷാധികാരിയും ഭരണാധികാരിയുമായി നിങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ലാക മസ്കനുക വ മദ്ഫനുക, നിങ്ങൾക്ക് ഭൂമിയുടെ ഉപരിഭാഗത്തും ഭൂമിയുടെ അന്തർഭാഗത്തും ഹയാത്തിലും മൗത്തിലും നിങ്ങൾക്ക് താമസിക്കാനുള്ളത് ഇനി ഇന്ത്യയാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചു. ഖാജ തങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരി അന്ന് പൃഥ്വിരാജനാണ് ഇവിടെ ഭരിക്കുന്നത്, അല്ലേ? അദ്ദേഹം ഇവിടെ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൈരോഗം നോക്കിയോ മറ്റോ ഒക്കെ അദ്ദേഹത്തോട് ആരോ വിവരം പറഞ്ഞിരുന്നു. ജ്യോത്സ്യന്മാരും മറ്റോ ഒക്കെ വിവരം കൊടുത്തിട്ടുണ്ട്. ഒരു ഫക്കീർ നമ്മുടെ നാട്ടിൽ വരും, അത് മുഖേന നിങ്ങളെ അധികാരമൊക്കെ ഇല്ലാതാകും. അതുകൊണ്ട് അതിർത്തികളിലൊക്കെ പട്ടാളക്കാരെ നിശ്ചയിച്ചു, ഒരാൾക്കും പ്രവേശനമില്ല. ഖാജ തങ്ങൾ പുറപ്പെട്ടു. ഇറാഖിലെത്തി മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ കണ്ടിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹു റബ്ബി ഇന്ത്യയിലേക്കുള്ള അധികാരം ഏറ്റെടുത്തു. ബഹുമാനപ്പെട്ടവർ വന്നു. ഈ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായി ഇന്ന് അറിയപ്പെടുന്ന കാണ്ഡഹാറിലെത്തി. കാണ്ഡഹാറിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഖാജ തങ്ങൾ സീദാ അജ്മീർ ഷരീഫിലെത്തി. അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു കൊടുത്ത റൂട്ട് പ്രകാരം വന്നിട്ട് അജ്മീർ ഷരീഫിലെ ഒരു മരത്തണലിൽ ഖാജ തങ്ങൾ ഇരുന്നു. ഖാജ തങ്ങൾ അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ പകൽ ഒരു ഖത്തം തീർത്തു, രാത്രി ഒരു ഖത്തം തീർത്തു. ഓരോ ഖുർആന്റെ ഖത്തം തീരുമ്പോൾ പരിസരത്ത് നിന്ന് ഒരു അശരീരി സൗണ്ട് ഇങ്ങനെ വരും. എന്താ സൗണ്ട്? ഖബിൽനാ ഖത്മക യാ മുഈനുദ്ദീൻ, ഓ മുഈനുദ്ദീനെ, നിങ്ങൾ ഓതിയിരിക്കുന്ന ഖുർആൻ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. യാ ശൈഖനാ യാ ഖുത്ബ ദായിറത്തുൽ വിലായത്തി ഗൗസന المدد يا شيخ أجمير معين الدين لا إله إلا الله ഖാജ തങ്ങളെ ഖുർആൻ ഓത്ത് കേട്ടിട്ട് അല്ലാഹ് പിശാചി അവിടെ നിന്ന് ദൂരെ 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 ഖാജ തങ്ങളിലേക്ക് റഹ്മത്തിന്റെ മലായിക്കത്ത് നിറഞ്ഞ് അല്ലാഹ് ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഖാജ തങ്ങളെ കൊണ്ട് ഷഹാദത്തി കലിമ ചൊല്ലി. അല്ലാഹ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ 15,000 ആളുകൾ ഒരുമിച്ച് ഇസ്ലാം മതം സ്വീകരിക്കുന്ന രംഗം വരെ അജ്മീർ ഷരീഫിൽ ഉണ്ടായി കഴിഞ്ഞു. അപ്പോഴേക്കും ശത്രുക്കൾ പലതുമായി. അല്ലാഹു റബ്ബി സാഹിര്യങ്ങൾ നിറഞ്ഞു, മെസ്മരിസത്തിന്റെ ആളുകൾ നിറഞ്ഞു. അവരെല്ലാവരും പല വിധത്തിലുള്ള ശത്രുതയുമായിട്ട് ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾക്ക് ചുറ്റുഭാഗം യാ റബ്ബ് സ്വറശാദി ദേവുഹും സഅദി ബിനദ്രിം മിൻകും അൽ മദദ് യാ ശൈഖ അജ്മീർ മുഈനുദ്ദീൻ ലാ ഇലാഹ ഖാജ തങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ അവിടെ താമസിച്ചല്ലോ അജ്മീർ ഷരീഫിൽ. ഖാജ തങ്ങളുടെ അത്ഭുതങ്ങൾ കാണിച്ചു. അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന പ്രത്യേക നിഅമത്ത്. ആളുകൾ ഇസ്ലാമിലേക്ക് വളർന്ന് പടർന്ന് പന്തലിച്ച് വരാൻ തുടങ്ങി. ആ സമയത്ത് നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ,
ഖാജാ തങ്ങളെ കാൽക്കൽ വരാത്ത ആരുമില്ല. ഖാജാ തങ്ങളെ ശത്രുക്കളെല്ലാം അവരെ പട്ടിമർത്തുകയാണ്. നിങ്ങൾ സാധാരണ ഇതൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാകും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ ഖാജാ തങ്ങളെ ഹദറത്തിൽ എല്ലാ ശത്രുക്കളും കീഴടങ്ങി. ഖാജാ തങ്ങൾ അവിടെ വലിയ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യ രാജ്യം എങ്ങനെ ഭരിക്കണം? ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാർസികൾ, മതമില്ലാത്തവർ എല്ലാവരും ഒരു ഭരണാധികാരി, ഒരു രക്ഷാധികാരി ആരുടെ പ്രതിനിധിയാണ്? അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സ്വഭാവം എന്താ? അള്ളാഹു തആല കണ്ണ് കാണാത്തവർക്ക് ഭക്ഷണം കൊടുക്കും, നടക്കാൻ വയ്യാത്തവർക്ക് കൊടുക്കും. എല്ലാവരും പോവല്ലോ. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ വഅദിന്റെ മഹാന്മാരായ ആൾക്കാരാണ്. തന്നല മുസ്തഫ ബാക്കവി, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു ഭരണാധികാരി, അള്ളാഹു ആണ് ലോക ഭരണാധികാരി. അള്ളാഹുവിന്റെ രീതി എന്താ? അള്ളാഹു റഹ്മാൻ. എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വായു, എല്ലാവർക്കും വെള്ളം, എല്ലാവർക്കും താമസം, ഇതൊക്കെ കൊടുക്കുന്നവനാണ് അള്ളാഹു തആല. ആ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് ഖാജാ തങ്ങൾ. ഖാജാ തങ്ങൾ ഇന്ത്യ എങ്ങനെ ഭരിക്കണം ഖാജാ തങ്ങൾ കാണിച്ചു കൊടുത്തു. നോക്കൂ, നിങ്ങൾ അജ്മീർ ഷരീഫിൽ പോയിട്ടില്ലേ? ബഹുമാനം രാജസ്ഥാന്റെ തലസ്ഥാന നഗരിയ അല്ലെ? രാജസ്ഥാന്റെ തലസ്ഥാന നഗരിയിൽ നിന്ന്, ജയ്പൂരിൽ നിന്ന് ഖാജാ തങ്ങൾ അവിടെ എത്തിയാൽ അവിടെ ചെന്ന് നോക്കൂ നിങ്ങൾ. ആണും പെണ്ണും, കുട്ടികളും വലിയവരും, മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും, അതുപോലെ തന്നെ കണ്ണ് കാണാത്തവരും ചെവി കേൾക്കാത്തവനും നടക്കാൻ വയ്യാത്തവനും, മുതലാളിയും ഭരണാധികാരിയും, മന്ത്രിയും തന്ത്രി, എല്ലാവരും എന്തേ? ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ്. ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമാണ്. ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഇസ്ലാം, അവിടുത്തെ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കണം? ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ പഠിപ്പിച്ചു തന്നു. ഖാജാ തങ്ങൾ ഹിന്ദുവിനോടോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനിയോടോ മറ്റു മതക്കാരനോടോ ഒരു എതിർപ്പും കാണിച്ചില്ലല്ലോ. ഖാജാ തങ്ങൾ ദർബാറിൽ പോയി നോക്കൂ, എല്ലാവരും. ചില ആളുകളൊക്കെ അവിടെ പോയിട്ട് അവിടെ കണ്ട ചില കാഴ്ചകൾ ഉൾക്കത്തരം ദഹിച്ചില്ല. ഇവര് ഓല് നന്നാക്കാൻ പോയതല്ല, പിന്നെ അവിടെ നന്നാക്കാൻ പോയതാണ്. അങ്ങനെയുണ്ട് ചിലർ പോയി വന്നിങ്ങാണ്ട്. അജ്മീറിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ മാതിരിയൊന്നല്ല. എടോ, അജ്മീർ ഖാജാ തങ്ങൾ അള്ളാഹിന്റെ പ്രതിനിധിയാണ്. അള്ളാഹു തആല കള്ളുകുടിക്കണവനും കൊടുക്കും, ചീട്ട് കളിക്കണവനും കൊടുക്കും, കൊലപാതകർക്ക് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കുന്നവനാണ് അള്ളാഹു തആല. ഈ ഭൂമിയുടെ സംവിധാനം അങ്ങനെയാണ്. ഈ ഭൂമിയിൽ അള്ളാഹു വെച്ചിരിക്കുന്ന സംവിധാനം അതാണ്. മക്കാമിലൊക്കെ ചെന്ന് നോക്കിയാൽ എത്രയോ ആളുകൾ അങ്ങനെ നടക്കുന്നുണ്ടാവും. നമ്മൾ ഓല നന്നാക്കാൻ നിൽക്കണ്ട, നമ്മൾ നന്നാകാൻ നോക്കിയാൽ മതി. പ്രത്യക്ഷത്തിൽ ചില കാര്യമാണ് പറയുമ്പോൾ തോന്നും അത് ശരിയാട്ടോ. ഒരു വിവരമില്ലാതെ എല്ലാം ശരി വെക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഓരോ ശബ്ദം അള്ളാഹു നമ്മളെ കാക്കണം. എന്തെങ്കിലും കേൾക്കുമ്പോൾ തന്നെ അത് ശരിയാ. എന്ത് ശരിയാടോ? എനിക്കെന്ത് വിവരമുള്ളത്? നമ്മൾ ഒറ്റ സംഗതി പറയണം. ഇപ്പം നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ അങ്ങിങ്ങായി കാണും. നല്ല സഭയിൽ പോലെ പേര് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലും അറിയാൻ വേണ്ടി പറയാനുള്ളൂ. ഇവിടെ ഉണ്ടോ വഹാബി, മുജാഹിദ്, ഇങ്ങനത്തെ ഒക്കെ സംഗതി ഉണ്ടോ അവിടെ? ഇല്ലെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനത്തെ ഒക്കെ പാർട്ടിക്കാർ അല്ലാഹു റബ്ബി. ഒരു വാദം നമുക്ക് പറയാം. എന്താ ഒരു വാദം? മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല. മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല. ഇവരൊക്കെ മരിച്ച വീട്ടുകൾ പോയി നോക്കിക്കണം. ഉണ്ടോ? ഒരൊറ്റ കുല്ലുവെങ്കിലും അവിടെ കേൾക്കൂല. എന്തുകൊണ്ട്? മരിച്ചാൽ ഓതാൻ പാടില്ല. അപ്പോൾ നമ്മളെ കുറച്ച് ആൾക്കാർ ഫാഷനായിട്ട് അതിക്ക് ചേരാൻ നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമല്ലോ? പറ്റുമെങ്കിൽ പറ്റുമെന്നറിയാം, ഇല്ലെങ്കിൽ ഇവരെ വാദം എന്താണ്? പറ്റൂല. ശരി, നമ്മളെ ഈ സദസ്സൊക്കെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയണം, അല്ലോ നമ്മളാ വടകരൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾ ഓർക്കാട്ടേരി കുഞ്ഞമ്മദാജി, വലിയ പ്രധാനിയാണ്, അയാൾ മരിച്ചു എന്നൊരു വാർത്ത കിട്ടി. ഇപ്പം മരണ വാർത്ത കിട്ടിയാൽ നമ്മളൊക്കെ എന്താ ചെയ്യുക? എന്താ ചെയ്യാ? ഇന്നാ ലില്ലാഹി, അത് ഖുർആനാണോ അല്ലേ? നമ്മൾ ചോദിച്ചതിന് മറുപടി പറയണം. അത് ഖുർആനാണോ അല്ലേ? ആണ്. അപ്പൊ ഇവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റുമോ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? നിങ്ങളതിൻ്റെ ഒപ്പം നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തിരിയണം. മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. ഇവരൊക്കെ മരിച്ചാൽ ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇവരൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു ഇന്നാലില്ലായി വേഗം ചെല്ലിക്കളയാം. എന്തോടോ നീ എന്നെ കണ്ടപ്പോൾ ഇന്നാലില്ലായി അല്ല, മരിച്ചാൽ ഏതായാലും ചെല്ലാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഇപ്പം തന്നെ ചെല്ലിയതാന്ന് പറയാം. അല്ലാണ്ട് എന്താക്കാൻ? അല്ല, മരിച്ചാൽ ഇന്നാലില്ലായി ചെല്ലാൻ പറ്റും? ഇല്ല. എന്തുകൊണ്ട്? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂല. എവിടേക്കാണോ ഈ വാദങ്ങളൊക്കെ കൊണ്ടുപോകണത്?
ഫാഷനായിട്ട് ചെറിയ കുട്ടികളൊക്കെ അങ്ങോട്ട് മാറാൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഉമ്മ ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ കുട്ടി കേൾക്കും. ഉമ്മ ഗർഭിണി നല്ല പോലെ ഖുർആൻ ഓതണം. ഗർഭിണി നല്ല പോലെ ഖുർആൻ ഓതണം. മുത്ത് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൾ ബീബി ഫാത്തിമത്തു സഹറ, ഫാത്തിമൂന് 15 വയസ്സും 5 മാസവുമാകുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നുണ്ട്, മോളെ ഫാത്തിമോ. റസൂലുള്ള അങ്ങനെയാണ് വിളിക്കുക, സ്നേഹത്തിലാണ് വിളിക്കുക. മോളെ ഫാത്തിമോ. റസൂലുള്ള അങ്ങനെയാണ് വിളിക്കുക. ഖദീജൂന്ന വിളിക്കുക റസൂലുള്ള, ആയിഷൂന്ന വിളിക്കുക റസൂലുള്ള. നമ്മളെ മാതിരി ഒളപളിങ്ങാട് ആയിച്ച എന്നുള്ള വിളിയല്ല. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഒരു ലുത്തുഫ്, മുത്തുനബിന്റെ ആ സ്നേഹത്തിന്റെ വിളി. മോളെ ഫാത്തിമോ, മോൾക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു റസൂലുള്ള. ബാപ്പാരും ഉമ്മാരും ഒക്കെ കുട്ടികളെ കൊണ്ട് സമയമാകുമ്പോൾ കല്യാണം ഉണ്ടാക്കണം. പക്ഷെ ഉണ്ടാക്കുമ്പോൾ ബാപ്പ ഒരു മുണ്ടാതെ പോയിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് വരില്ലല്ല. പിന്നെ എന്ത് വേണം? കല്യാണം ഉണ്ടാക്കുമ്പോൾ മക്കളോടൊന്ന് ചോദിക്കണം. ഒരു പറയൽ, ഇങ്ങനെ കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇന്ന ആളാണ് പുതിയാപ്പള, ഒരു അഭിപ്രായം കുട്ടികളോട് എന്താക്കണം, ചോദിക്കണം. അതതിൻ്റെ ഒരു മര്യാദയാണ്. മനസ്സിലായോ? ബാപ്പ പോയി ഉറപ്പിച്ചിട്ട് വരിക, എന്നിട്ട് പറയാ ഞാൻ കണ്ടതന്നെ ഓൻ കെട്ടണം. ഓൻ ആരാ? ഞാൻ കണ്ടത് അവന് പറ്റൂലെങ്കിൽ ഓൻ പോട്ട വിടുന്നു. അങ്ങനെ ദുൽമിന് നിൽക്കല്ലേ ബാപ്പാൻ. ഇപ്പൊ കുട്ടികളെ നമ്മളെ മുമ്പിൽ കാണാൻ പോകുന്നുണ്ട്. അള്ളാഹു മക്കളൊക്കെ നന്നാക്കി തരട്ടെ. അല്ലാ, ഞാൻ ഈ ചെറുപ്പക്കാർ കുട്ടികളോടൊക്കെ പറയുന്നത്, മക്കളെ നമ്മളെ പോറ്റി വളർത്തിയിരിക്കുന്ന ഉമ്മുണ്ട്, നമ്മളെ പോറ്റി വളർത്തിയ വാപ്പുണ്ട്. ഓരോ ദിവസവും കാത്തിരിക്കാണ്, പടച്ചോനെ എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ചിട്ട് ഒരു പുതിയാപ്പിളയും മോളും കൂടി വരുന്നത് കാണാൻ. ഉമ്മ എത്ര ഉമ്മമ്മ വാപ്പാടെ വാപ്പ കുടുംബങ്ങളൊക്കെ സന്തോഷത്തിൽ. അതിൻ്റെ അടക്ക് നോക്കുമ്പോൾ പടച്ചോനെ, ഇന്നാളും ഒരു പുതിയെണ്ണം പുതിയാപ്പിളയും കൂടി പോകുന്നുണ്ട്, രണ്ടാളും കൂടി. ആ പെണ്ണിന് 19 വയസ്സ്. പെണ്ണിന് എത്ര വയസ്സ്? 19 വയസ്സ്. പുതിയാപ്പിളക്ക് 48. പുതിയാപ്പിളക്ക് 48. ഇവനാണെങ്കിൽ ഇങ്ങനെ നീണ്ടിട്ട് ഒരു ചെങ്കായി. ഇവള് ഓനെ കാണണമെങ്കിൽ ഇങ്ങനെ നോക്കണം. നോക്കുമ്പോൾ എന്താ, ഇത് വാട്സപ്പിൽ നിന്ന് കിട്ടിയതാണ്. അല്ലാഹു റബ്ബി. പുതിയാപ്പിളയും പെണ്ണും കൂടി ഇങ്ങനെ പോകുന്നുണ്ട്, ബെറ്റിലെ കൂടി ഏണി കൊണ്ടുപോകണമായിരുന്നു. അല്ലാഹു റബ്ബി. ഓ പ്രിയപ്പെട്ട മോളെ, എന്താ കാര്യം? ഈ വാട്സപ്പിൽ കിന്നാര സംസാരം ഇങ്ങനെ സംസാരിച്ചു. അവനെ കട്ടിയും വീശൊക്കെ കണ്ടപ്പോൾ പൊളി വിചാരിച്ച് നേരന്നെയാണ്. രാത്രി പാതിരാക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കാത്തു നിൽക്കുന്നു പറഞ്ഞാൽ ഊകാലത്തിൻ്റെ അടുത്ത് ആ മരത്തിൻ്റെ ചൂട്ട അവിടെ കാത്തുന്നു. പോയി കണ്ടു നോക്കുമ്പോൾ ഇതാണ് സാധനം. ഇനി എന്ത് ചെയ്യും? തിരിച്ചു പോകാനും വയ്യ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മോളോട് പറയുന്നത്, മോളെ നിന്റെ കവിൾത്തടത്തിൽ തുടിച്ചു നിൽക്കുന്ന ഒരു രക്തത്തിൻ്റെ പാടിൽ കുറച്ച് കളർ നല്ലോണമുണ്ട്. നിന്റെ ചുണ്ടിനൊരു സെപ്റ്റിക്കും കൂടി കൊടുത്താൽ കുറച്ചും കൂടി കളർ കിട്ടും. മോളെ, ചോരത്തളപ്പുള്ള നിന്റെ സമയത്തുണ്ടല്ലോ, ഈ ചോര ഊറ്റി കുടിച്ചിട്ട് വാട്സപ്പിൽ നിന്നെ പ്രേമിക്കാൻ നിൽക്കുന്ന കാമവെറിയന്മാർ നിന്നെ ചോര ഊറ്റി കുടിച്ചിട്ട് തെരുവിൽ തള്ളിക്കളയും. അന്ന് ഉമ്മ എന്ന് വിളിക്കാൻ നിനക്ക് ഉമ്മ ഉണ്ടാവൂല, വാപ്പ എന്ന് വിളിക്കാൻ വാപ്പ ഉണ്ടാവൂല, നിന്റെ ഗർഭത്തിരിക്കുന്ന കുട്ടിക്ക് അച്ഛൻ ഉണ്ടാവൂല. പാശ്ചാത്യൻ രാജ്യങ്ങളെ പരിഷ്കാരം ഇവിടെ കൊണ്ടുവരേണ്ട ആരും. പാശ്ചാത്യൻ രാജ്യങ്ങളെ സ്ഥിതി എന്താണെന്നറിയോ? 70% കുട്ടികൾക്കും അച്ഛനെ അറിയില്ല, 70% കുട്ടികൾക്കും വാപ്പാനെ അറിയില്ല. അവർക്കൊക്കെ ഉമ്മാനെ മാത്രമേ അറിയുള്ളൂ. ആരുടെയെങ്കിലും കൂടെ പോവുക, ഗർഭിണിയാകുക, അവനെ പിന്നെ കാണാനില്ല, ഓൻ വേറെ ആളെ കൂടെ പോയി. ഓ പ്രിയപ്പെട്ട ആൺകുട്ടികളെ, പെൺകുട്ടികളെ, ഭാരതീയ സംസ്കാരം, ഇസ്ലാമിക സംസ്കാരം ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്ന രീതിയുണ്ട്. നമ്മളൊരു കുടുംബ വ്യവസ്ഥിതിയിലാണ്. നമുക്കൊരു കുടുംബ വ്യവസ്ഥിതിയുണ്ട്. ഉമ്മ, ഉപ്പ, ജ്യേഷ്ഠൻ, അനുജൻ, സഹോദരി, സഹോദരൻ, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെ നമ്മളൊരു വല്ലാത്തൊരു കുടുംബ വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയിൽ നിന്ന് മാറിയിട്ട് മോളെ മറ്റു വഴിക്ക് തെറ്റിപ്പോകണ്ട. ഒരു ചെറിയ അറിയിപ്പ്, KLBX 9058 വാഹനം ഒന്ന് മാറ്റിക്കൊടുത്താൽ വലിയ ഉപകാരമാണ്. ആ കാറ് 9058. അപ്പൊ ഇൻഷാ അല്ലാഹ്. അപ്പോ ഇടക്ക് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മളൊരു കല്യാണത്തിൻ്റെ ഒക്കെ പ്രായമാകുമ്പോൾ അതിന് കണ്ടെത്താൻ മാതാപിതാക്കൾ തന്നെ കുടുംബവുമായി ഒക്കുമോ, സാമ്പത്തികമായി ഒക്കുമോ, വൈജ്ഞാനികമായി ഒക്കുമോ, ഡിഗ്രിയുമായി ഒക്കുമോ, സ്വഭാവ ഗുണത്തിൽ ഒക്കുമോ, ഒരുപാട് ഒക്കലാത്തുകളുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു കല്യാണം ഉറപ്പിക്കാൻ. അത് നല്ല നിലക്ക് പോകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുടുംബം കൂടെ നല്ല നിലക്ക് പോകുന്നതിൽ നിന്ന് എവിടെയെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ അതിന് തീരുമാനമാക്കാൻ, അത് പറഞ്ഞ് തീരുമാനിക്കാൻ എത്രയോ കുടുംബങ്ങൾ. ഒരു പള്ളിയിൽ വെച്ചുകൊണ്ട് ഖാദി, പള്ളിയിൽ വെച്ചുകൊണ്ട് ഖത്തീബ്, നാട്ടിലെ 4 കാരണവന്മാർ, രക്തബന്ധ വിവാഹബന്ധത്തിൽപ്പെട്ടവർ, അവരൊക്കെ കൂടെ കൂടിയിട്ട് അല്ലേ, അത് കേൾക്കാൻ തന്നെ എന്തൊരു രസമാണ്. അല്ലാ, എൻ്റെ കൂടെ ഓതാനുണ്ടായിരുന്ന ഒരു ചങ്ങായി, ഓൻ കുറച്ചായി ഓത്തൊക്കെ നിർത്തിയിട്ട് ഇന്നാളെ അവനെ കണ്ടപ്പോൾ പറ്റ മോശമായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, എടാ നമ്മളൊക്കെ ഒരുമിച്ച് കിതാബ് ഓതിയതല്ലേ, നിന്നെപ്പോൾ കണ്ടാൽ അറിയില്ലല്ലോ.
അപ്പോ ഓൻ പറഞ്ഞു ഉസ്താദെ ഓതിയതൊക്കെ മറന്നു. അങ്ങനെ മറക്കോ? ഒക്കെ മറന്നോന്ന് വെച്ചു. ജവ്വജത്തുക്കാവാങ്കായത്തുക്ക അത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ കണ്ടെങ്കിൽ അത്ര സന്തോഷമുള്ള സംഗതിയാ. ഒരു കല്യാണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആർക്കും റാഹത്ത് തന്നെയാണ് അല്ലേ? ഞാനൊരു അറബി നോവൽ വായിക്കാം. അപ്പൊ ആ നോവലിലുണ്ട് ഒരു കഥ. എന്താണ്? ഒരു ചെറുപ്പക്കാരൻ ഹജ്ജിന് പോയപ്പോൾ ഉമ്മാമാനി കൂട്ടിയിട്ടാണ് പോയത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്ക്. അപ്പോൾ എന്ത് ചെയ്തു? ഒരു തുണി ഇങ്ങനെ തൊട്ടിലുണ്ടാക്കിയിട്ട്, ഒരു തുണി കൊണ്ട് ഒരു തൊട്ടിലുണ്ടാക്കിയിട്ട് ഉമ്മാമാനി തൊട്ടിൽ കിടത്തിയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഒരു ചെറുപ്പക്കാരനും ഇവരെ പോക്ക് കണ്ടപ്പോൾ എന്താ മോനെ ഈ തൊട്ടിൽ നോക്കിയിട്ട് ഒന്നിങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രായമുള്ള പെണ്ണുങ്ങളാണ്. അപ്പം ഈ ചെറുപ്പക്കാരനോട് കൊണ്ടുപോണ ചെറുപ്പക്കാരനോട് മറ്റേ ആൾ പറഞ്ഞു, മോനെ ഇതിനെങ്ങനെ കൊണ്ടുപോകണോ? ഇതിനൊരു പുതിയാപ്പിളിനെ കൊണ്ടാണ് കല്യാണം ഉണ്ടാക്കിക്കൂടെ എന്ന് വെച്ചു. അപ്പം ഈ ചെറുപ്പക്കാരന് ദേഷ്യം പിടിച്ച് ഞങ്ങൾ തവാഫ് ചെയ്യാൻ പോകുന്നവർക്ക് നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇങ്ങനത്തെ സംസാരത്തിൻ്റെ സമയമായപ്പോൾ ഇയാൾ ദേഷ്യം പിടിച്ചു. അപ്പം തൊട്ടിൽ കിടക്കണം ഉമ്മാമ മെല്ലെ പറഞ്ഞു, മോനെ ആരെങ്കിലും കാര്യം പറയുമ്പോൾ അങ്ങനെ ദേഷ്യം പിടിക്കരുത് കേട്ടോ. അങ്ങനത്തെ സംഗതിയാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ആവശ്യമുള്ള സംഗതിനായി തർക്കമില്ല. പക്ഷേ നമുക്കൊരു കല്യാണത്തിന് സമയമാകുമ്പോൾ നമുക്കൊരു ഉമ്മയുണ്ട്, ഉമ്മയുടെ കുടുംബമുണ്ട്, നമുക്കൊരു ഉപ്പയുണ്ട്, ഉപ്പയുടെ കുടുംബമുണ്ട്, നമുക്ക് അയൽവാസികളുണ്ട്, നമുക്ക് ബന്ധപ്പെട്ടവരുണ്ട്. അതൊക്കെ ആലോചിച്ചും അറിഞ്ഞും എന്തായിരിക്കും ആ കുടുംബ ജീവിതത്തിന്റെ ഒരു ഐശ്വര്യം, സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലേ? എന്നാൽ നമ്മുടെ പെൺകുട്ടികളൊക്കെ ഇപ്പൊ അബദ്ധത്തിൽപ്പെടുകയാണ്, വല്ലാത്ത ചതിയിൽപ്പെടുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്രയെത്ര പെൺകുട്ടികളാണ് കാമവറിയന്മാരായ ചെറുപ്പക്കാർ വാട്സപ്പിൽ പരിചയപ്പെട്ട്, യൂട്യൂബിൽ പരിചയപ്പെട്ട്. നമ്മുടെ ഗവൺമെന്റുകൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പൊ ചെയ്യുന്നത് എന്താ ചെയ്യണത്? തെറ്റും ശരിയും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തെറ്റിനെ ശരിവൽക്കരിക്കാം. അതാണ് ഇപ്പൊ സർക്കാരുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെറ്റിനെ ശരിവൽക്കരിക്കാം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒന്ന്, ഇപ്പോ തോന്നിവാസം ചെയ്തിരിക്കുന്ന ഒരു പെണ്ണിനെ വേശ്യ എന്ന് പറയാൻ പാടില്ല. ആ പ്രവൃത്തിയെ പറ്റി വ്യഭിചാരം അതും പറയാൻ പാടില്ല. വേശ്യാവൃത്തി എന്നോ വേശ്യ എന്നോ വ്യഭിചാരമെന്നോ പറയുകയോ എഴുതുകയോ ചെയ്താൽ അത് ഫോക്സോ കേസാണ്. പീഡനത്തിന് നമ്മളെ പേരിൽ കേസ് കൊടുക്കും. അതാണ് കാരണം.